ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 സവാള, 2 ക്യാരറ്റ്, 2 ടൊമാറ്റോ, 1 ക്യാപ്സിക്കം, 1 ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസും ആഡ് ചെയ്യുക. ഞാൻ വന്നിട്ട് ടൊമാറ്റോ വന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പിന് വേണ്ടി. നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിൽ നമുക്ക് ഒരു 3 ടീസ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ സവാള, ഓണിയൻ അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കൊടുക്കുക. സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് വേഗം കുക്കാവും. ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കമാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടർമറിക് പൗഡർ 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ചെയ്യാം. 1/2 ടീസ്പൂൺ പെപ്പറാണ്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്ന് സോട്ടേ ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ആക്കി വെച്ചിട്ട് ഒന്ന് കുക്കാവട്ടെ. നമ്മൾ ലിഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ടൊമാറ്റോയുടെ പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ടൊമാറ്റോയുടെ പേസ്റ്റല്ല പച്ചമണം പോണ വരെ എല്ലാം നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. നമുക്കൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ പച്ചമണം എല്ലാം പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് റെഡ് ചില്ലി പൗഡറാണ്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമുക്ക് നന്നായിട്ട്. വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. നിങ്ങൾ വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഏതിൻ്റെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ക്യാബേജാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം വെജിറ്റബിൾസ്. നിങ്ങൾക്ക് ഗ്രീൻ പീസ് ഇടാം, പൊട്ടാറ്റോ വേവിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ കുക്ക് ചെയ്യാൻ ഇതാക്കുക, ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് ഇത് സ്റ്റഫിംഗ് ആയിട്ട് നമുക്ക് വെക്കാം. വളരെ ടേസ്റ്റിയാണ്. ഇതിൽ ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടില്ല. ഓയിലും പിന്നെ ബട്ടറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഇനി കുറച്ച് മുമ്പോട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് ഈ സ്റ്റീമിൽ തന്നെ വേവണം. ഇത് എല്ലാ വെജീസും നമ്മൾ ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുക്കാക്കി എടുക്കണം. 2 ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത് അമുൽ ബട്ടർ. നിങ്ങൾക്ക് ഏത് ബട്ടർ വേണം ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ തന്നെ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗീ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടേസ്റ്റ് ഇഷ്ടമോ അതുപോലെ നിങ്ങൾ കുക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ വന്നിട്ട് 2 ക്യൂബ്സാണ് ആഡ് ചെയ്തിട്ടുള്ളത് ബട്ടറിൻ്റെ. ഇത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇത് നമ്മൾ ലിഡ് ക്ലോസ് ആക്കിയിട്ട് നമുക്ക് ഈ സ്റ്റീമിലേ വേവിക്കണം. ഇത് നന്നായിട്ട് കുക്കായിക്കോളൂ. വെള്ളം ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് കുക്കായിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ്സിൻ്റെ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ലിഡ് ക്ലോസ് ആക്കണം, ഇല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും. ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ നമ്മളുടെ സ്റ്റഫിങ് നന്നായിട്ട് കുക്കായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്നിട്ട് ബ്രെഡ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ സാൻഡ്വിച്ചാണ് ഷേപ്പ് കട്ടാക്കിയിട്ട് ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഫുൾ സ്ലൈസ് ബ്രെഡ് വേണോ, അല്ലെങ്കിൽ ചപ്പാത്തിയിൽ, പൂരി, ദോശ എന്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഫാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, വലിയ ആൾക്കാർക്കും കഴിക്കാം. ചൂടോടെ കൂടി തന്നെ ഞാൻ ഇത് സ്റ്റഫ് ചെയ്യാണ്. ഇതുപോലെ ഹാഫായിട്ട് സാൻഡ്വിച്ച് ഷേപ്പിൽ കട്ടാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഈ സ്റ്റഫിങ് വെച്ച് കൊടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ. നിങ്ങൾക്ക് ഇത് ടോസ്റ്റ് ആക്കിയിട്ട് വയ്ക്കാം. ഞാനിവിടെ ടോസ്റ്റ് ആക്കിയിട്ടില്ല. ഇതുപോലെ ഇനിയൊരു ബ്രെഡ് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ
നമുക്ക് സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ വെച്ച് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. വളരെ ഹാപ്പി ആയിട്ട് കഴിക്കും കുട്ടികൾ. ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതുപോലെ മുഴുവൻ ഫുൾ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ട് നിങ്ങൾക്ക് ടോസ്റ്റ് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എഗ്ഗ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ മിഡിലിൽ ഒന്ന് എഗ്ഗ് സ്ലൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഇത് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്സ്, ഡിന്നർ എന്തിൻ്റെ കൂടെയോ നന്നായിട്ട് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫിംഗ് ആണ്. അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ റോളാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റഫ് ചെയ്തിട്ട് അതുപോലെ കട്ടാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുത്തയക്കാം, ഓഫീസിന് കൊടുത്തയക്കാം. വളരെ ടേസ്റ്റിയാണ്. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളും ഇങ്ങനെ ആക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പം ഞാൻ ബണ്ണ് വെച്ചിട്ടാണ് ഞാനിത് സ്റ്റഫ് ചെയ്യണേ. ഒരു ബണ്ണ് എടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ മുറിച്ചിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഞാൻ വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് എഗ്ഗ് വന്നിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗീ വന്നിട്ട് നമുക്ക് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ഹീറ്റാക്കി എടുക്കാം. ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. എൻ്റെ അടുത്ത് ടോസ്റ്റർ ഇല്ല, അതുകൊണ്ട് തവയിൽ വെച്ചിട്ടാണ് പാനിൽ വെച്ചിട്ടാണ് ചൂടാക്കി എടുത്തത്. ഇതുപോലെ നമുക്ക് സ്പ്രെഡാക്കിയിട്ട് ഉള്ളിൽ ഈ വെജിറ്റബിൾ സ്റ്റഫിങ് നമുക്ക് ഫില്ലാക്കി വെച്ച് കൊടുക്കാം. എഗ്ഗിലാണ്ട് ഇത് വളരെ ടേസ്റ്റി ആയിരിക്കും. ഓപ്ഷണലാണ് എഗ്ഗ് കഴിക്കണ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇതുപോലെ നമുക്ക് സ്റ്റഫിങ് വെജിറ്റബിളും എഗ്ഗും ഒക്കെ വെച്ച് കൊടുത്താൽ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കും കുട്ടികൾ. നമുക്ക് പിക്നിക് പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാവലിംഗ് ചെയ്യുമ്പോൾ ഒക്കെ ഇത് കൊണ്ടുപോയാൽ വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് കുട്ടികൾക്ക്, വലിയ ആൾക്കാർക്കെല്ലാം കൊടുക്കാൻ പറ്റും. ഇതുപോലെ എഗ്ഗ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് ക്ലോസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ചൂടാക്കി എടുക്കാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. യമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ പ്ലീസ് ഷെയർ ചെയ്യുക ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിന്. പ്ലീസ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇത് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം കൊടുത്താൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മളുടെ ടേസ്റ്റി ആൻഡ് യമ്മി ആയിട്ടുള്ള ബൺ സാൻഡ്വിച്ച് വിത്ത് എഗ് റെഡിയാണ്. വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.